തിരുവനന്തപുരം മ്യൂസിയത്തിൽ 5 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. കടിയേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റു നായകളെയും കടിച്ചതിനാൽ വ്യായാമത്തിനും മറ്റും എത്തുന്നവർ ആശങ്കയിലാണ്. ആക്രമിച്ച നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയതും ആശങ്കയേറ്റുന്നുണ്ട്. കടിച്ച പട്ടിയുടെ മൃതദേഹം പാലോട് SIDയിൽ റാബിസ് ടെസ്റ്റിനായി അയച്ചെന്ന് മൃഗശാല ഡോക്ടർ മീഡിയ വണിനോട് അല്പസമയം മുൻപ് പ്രതികരിക്കുകയുമുണ്ടായി. വയലന്റായ പട്ടി ബാക്കിയുള്ള പട്ടികളെ കടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്ത് നടപടിയായിരിക്കും എടുക്കുക? ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാക്കി കടി കിട്ടിയ എല്ലാ പട്ടികൾക്കും വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. വാക്സിൻ നമ്മുടെ നിലയിൽ ചെയ്യണോ അതോ കോർപ്പറേഷൻ എന്നുള്ള വാക്സിനേഷൻ ടീം ഒന്ന് ചെയ്യണോ എന്നുള്ളത് ഇന്ന് ഡയറക്ടർ മീറ്റിംഗ് കൂടിയതിന് ശേഷം തീരുമാനിക്കുള്ളൂ. ബാക്കി ഇവിടുന്ന് നായ്ക്കളെ നമുക്ക് ABC റൂൾ പ്രകാരം ഇവിടുന്ന് എടുത്ത് മാറ്റാനോ പിടിച്ചു മാറ്റാനോ ഒന്നും തൽക്കാലം നിവർത്തിയില്ല. അപ്പോൾ അതിൻ്റെ തീരുമാനവും ഡയറക്ടർ മീറ്റിംഗ് കൂടിയതിന് ശേഷമായിരിക്കും എടുക്കുന്നത്. കാരണം ഇതൊരു ബയോസെക്യൂരിറ്റി സോണാണ്. ഇതിനകത്ത് മറ്റ് അനിമൽസ് ഒന്നും കയറാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള തീരുമാനം ഡയറക്ടർ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകും. ഇപ്പോൾ ഈ വയലന്റ് ആയിട്ടുള്ള പട്ടികളുടെ ശല്യം ഇവിടെ പൊതുവെ നടക്കാൻ വരുന്നവർക്കൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും? സ്ട്രേ ഡോഗ് ഇഷ്യൂ ഇവിടെ മാത്രമുള്ളതല്ല, നമുക്ക് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെയും സ്ട്രേ ഡോഗ് ഇഷ്യൂസ് ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ 8 മണിക്ക് ഗേറ്റിൽ നിന്ന് സെക്യൂരിറ്റി വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോഴേക്കും തന്നെ അനിമലിനെ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോൾ പാലോട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അനിമൽ ഡിസീസസിലേക്ക് അതിൻ്റെ ടെസ്റ്റിന് വേണ്ടി അയച്ചിട്ടുണ്ട്. റേബീസ് ടെസ്റ്റൊക്കെ അവിടെയാണ് നമ്മൾ സ്റ്റേറ്റിൽ മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് വരുന്നതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ഇവിടെ തീരുമാനിക്കും. സനിസ ശോഭാചന്ദ്രൻ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സനിസ, രാവിലെ എത്ര മണിയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഈ 5 പേരെയും ഒരേ നായ തന്നെയാണ് കടിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഈ നായ തന്നെയാണോ ചത്തത്? സെഫു ചിൽസി 8 മണിയോടെയാണ് ഈ വളരെ പരിഭ്രാന്തി പടർത്തുന്ന ഈ ഒരു സംഭവം ഉണ്ടായത്. ആ ഗേറ്റിൽ, ആ മ്യൂസിയത്തിന്റെ ആ ഗേറ്റിലൂടെയാണ് ഈ ഒരു കറുത്ത പട്ടി പുറത്തു നിന്നുമുള്ള ഈ ഒരു തെരുവുനായ ഈ മ്യൂസിയത്തിന് ഉള്ളിലേക്ക് കടക്കുന്നത്. ആദ്യം തന്നെ ഈ തെരുവുനായ മറ്റ് പട്ടികളെ ആക്രമിക്കുകയായിരുന്നു. ശേഷം നടക്കാൻ വന്ന സാധാരണ ജനങ്ങളെ ഇത് ആക്രമിക്കുകയായിരുന്നു. എല്ലാവരെയും പരക്കെ പാഞ്ഞുകൊണ്ട് ഈ പട്ടി കടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതിൽ 5 പേർക്കാണ് കടിയേറ്റത്. 5 പേരെയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് നായകളെ കടിച്ചതുകൊണ്ട് തന്നെ ഇവിടെ വാക്സിനേഷൻ അടക്കം ആവശ്യമായി വരുന്ന ഒരു സാഹചര്യമാണ്. ഈ തെരുവുനായയെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ചത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ശേഷം ഇതിന്റെ മൃതദേഹം പാലോടുള്ള മൃഗാശുപത്രിയിലേക്ക് അയച്ചിട്ടുണ്ട്. റാബിസ് ടെസ്റ്റ് അടക്കം എടുക്കണം, പോസ്റ്റ്മോർട്ടം അടക്കം നടത്താനുണ്ട്. കൂടാതെ ഈ 8 മണിയോടെ ഈ ഒരു സെക്യൂരിറ്റികളാണ് ആദ്യമായിട്ട് ഈ പട്ടി ഇങ്ങോട്ടേക്ക് വരുന്നതും ഈ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നതും ഒക്കെ കണ്ടത്. കൂടാതെ പട്ടി വളരെ വയലന്റ് ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത്. എന്തായിരുന്നു സംഭവിച്ചത്? അത്തരത്തിൽ അവര് ആ ഒരു പരിഭ്രാന്തിയുടെ ഒരു ഞെട്ടലിന്റെ ഒരു ആഘാതത്തിലാണ് അവര് പ്രതികരിക്കാൻ പോലും തയ്യാറല്ല.